എടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഡിവോഴ്സ് ആയെന്നുള്ളത്. നീയും രഞ്ജിത്തും ഒക്കെ നല്ല വൈബായിരുന്നില്ലേ? ആദ്യമൊക്കെ എങ്ങനെ ആയിരുന്നടാ, ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിക്കുമായിരുന്നു. പിന്നെ ഞങ്ങള് പുറത്തൊക്കെ പോകുമായിരുന്നു. അപ്പോഴൊക്കെ ഒരേ കളർ ഡ്രസ്സ് അല്ലാതെ ഞങ്ങൾ പുറത്തിറങ്ങില്ലായിരുന്നു. ഭയങ്കര വൈബായിരുന്നു. പക്ഷെ എവിടെയൊക്കെ വെച്ച് ആ ഫ്ലോ അങ്ങ് പോയടാ. പിന്നെ ദാ ഇപ്പൊ ഇങ്ങനെ ആയി. പിന്നെ ഇപ്പൊ കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട്. എടാ ഈ ജീവിതം എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നോ? അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ കടിച്ചത് ഇങ്ങനെയുള്ളതാണോ? അത് ശരിയാ. വൈബ് നഷ്ടപ്പെട്ടാൽ പിന്നെ നിന്നിട്ട് ഒരു കാര്യമില്ല. മ്യൂച്വലായിരുന്നോ? ആ, അപ്പൊ രഞ്ജിത്ത്? ഒരുമിച്ച് മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയപ്പോ ഞാൻ രണ്ടും കൽപ്പിച്ച് രഞ്ജിത്തിനോട് കാര്യം അവതരിപ്പിച്ചു. എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് രഞ്ജിത്തും അതേ മൂഡിലായിരുന്നു. അപ്പൊ പിന്നെ മീച്ചിൽ എളുപ്പമായില്ലേ. ഡിവോഴ്സ് കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടാ ഞങ്ങൾ പിരിഞ്ഞത്. അന്നെടുത്ത് സെൽഫി ഇപ്പോഴും എന്റെ ഫോണിലുണ്ട്, കാണണം. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി സമയമായമുനയോ തിരകിലേക്കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി. ജീവിതം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതല്ല. ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പിരിയുന്നതിൽ തെറ്റില്ല. ഡിവോഴ്സ് ഒരു പാപമല്ല. ഓർക്കുക, മനുഷ്യജീവിതം ഒന്നേ ഉള്ളൂ. പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ സന്തോഷത്തോടും ഈക്വൽ റെസ്പെക്റ്റോടും കൂടി പിരിയുന്നതിൽ തെറ്റില്ല.